ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ, എനിക്കും സുഖമാണ്. ഞാനൊരു 4 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു, കമ്പൽസറി ക്ലാസ് ആയിരുന്നു, അസൈൻമെൻറ്റ്സ്, അതുപോലെ എനിക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ പറയാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം അതുകൊണ്ട് ബിസി ആയിപ്പോയി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്വീഡനിലെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനെ പറ്റിയാണ് കേട്ടോ. ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ പറയാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ. സ്വീഡനിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറയുന്നത് ട്രെയിൻസ്, അതുപോലെ ട്രാം, ബസ്സാണ് കേട്ടോ. സ്വീഡനിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര നല്ല നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന, നമുക്ക് എനി ടൈം ആക്സസിബിൾ ആയിട്ടുള്ളതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് നമുക്ക് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് ആയിട്ട് നമുക്ക് കാറ്, അതുപോലെ തന്നെ മോപ്പഡ് കാര്യങ്ങൾ, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ചാർജസ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ സോണുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എ സോൺ, ബി സോൺ, സി സോൺ അങ്ങനെ. അപ്പം നമ്മളൊരു സിംഗിൾ സോൺ എടുക്കുമ്പോൾ നമുക്ക് സിംഗിൾ സോൺ എടുക്കുമ്പോഴും അതുപോലെ 2-3 സോൺ കമ്പൈൻ ചെയ്തിട്ട് എടുക്കുമ്പോഴും ഒക്കെയുള്ള ചാർജസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മളുടെ അഡൾട്ട്സിന് വരുന്ന ചാർജ് വേറെയാണ്, സ്റ്റുഡൻസിന് വരുന്ന ചാർജസ് വേറെയാണ്. സിംഗിൾ ടിക്കറ്റ് വരുമ്പം നമ്മൾ ഇപ്പം ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം വേണ്ടി പോകാൻ വേണ്ടി വരുന്ന ടിക്കറ്റ് വരുമ്പം നമുക്കത് യൂത്ത്സിന് സെപ്പറേറ്റ് എടുക്കാനായിട്ട് പറ്റില്ല, സ്റ്റുഡൻസിന്. അത് നമുക്ക് അഡൾട്ട് എന്നുള്ള കോമൺ കാറ്റഗറിയിലാണ് വരുന്നത്. അത് നമുക്ക് വരുമ്പം ഒരു 37 SEK ആണ് സിംഗിൾ ടിക്കറ്റിന് വരിക, ഒരു സൈഡ് വരിക. അത് ഒരു സോണിന് മാത്രം കേട്ടോ. അത് എയോ ബിയോ സിയോ വോട്ടെവർ ഏത് സോണാണോ, ഒരു സോണിന് മാത്രം സിംഗിൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 37 SEK വരും. ഇനി 2 സോൺ എടുക്കുമ്പം ഇത് നമുക്കൊരു 2 സോണും കൂടെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 64 SEK ആ റേഞ്ചിലാണ് വരിക. 3 സോണും കമ്പൈൻ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് വരുമ്പം നമുക്ക് സിംഗിൾ ടിക്കറ്റ് വരുമ്പം ഒരു സൈഡിലേക്ക് തന്നെ 111 ആണ് വരിക കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് 3 സോണിൻ്റെ സിംഗിൾ ടിക്കറ്റ് വരിക. ഇനി നമ്മൾ ഡേ ടിക്കറ്റ് എടുക്കാം. ഡേ ടിക്കറ്റ് നമുക്ക് ഈ സോൺ സെപ്പറേറ്റ് എടുക്കാം. അതിലും തന്നെ നമ്മളുടെ ചാർജസ് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നത് പീരിയഡ് ടിക്കറ്റാണ്, 1 മന്ത് അല്ലെങ്കിൽ 3 മന്ത്സ് അങ്ങനെ. അപ്പം 1 മന്തിന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം ഒരു സോൺ എടുക്കുമ്പം അഡൾട്ട്സിന് വരുന്നത് 860 SEK ആണ്. അത് സ്റ്റുഡൻ്റ് ആകുമ്പം 645 വരും. അതുപോലെ തന്നെ നമ്മൾ 3 സോണ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ 3 സോൺ എടുക്കുമ്പം 2000 SEK വരും അഡൾട്ട്സിന്. സ്റ്റുഡൻസ് വരുമ്പോൾ ഒരു 1500-600 ആ റേഞ്ചിലാണ് കേട്ടോ വരിക. അപ്പം ഇത് നമുക്ക് ചാർജസ് വേരി ചെയ്യും. ചിലപ്പോൾ നമുക്ക് ചെറിയ ദൂരെ പോകേണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് 2 സോണായിട്ട് വരും. അങ്ങനെ വരുമ്പം ട്രാൻസ്പോർട്ടേഷൻസിലെ ചാർജസിൽ മാറ്റം വരും. പിന്നെ നമുക്ക് ഇപ്പം മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ട്രെയിൻ, ട്രാംസ്, അതുപോലെ തന്നെ ബസ്സസ് ആണെങ്കിലും ഇവിടെ 3 സ്ഥലത്തും നമ്മൾ ഈ ഒരു ടിക്കറ്റ്, സെയിം ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു വാസ്റ്റ് ട്രാഫിക് എന്നാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ പേര്. അപ്പം അവിടെ നമുക്ക് ടുഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിനകത്ത് ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നമുക്കൊരു സ്കാനർ കിട്ടും. അപ്പം നമ്മളുടെ ടിക്കറ്റ് നമ്മളുടെ വെരിഫൈ ചെയ്യാൻ ടിക്കറ്റ് ചെക്കർ വന്ന് നമ്മൾ അവരത് സ്കാൻ ചെയ്തിട്ട് പോകും. അപ്പം നമ്മൾ ടിക്കറ്റ് എന്തായാലും എടുക്കണം. ടിക്കറ്റ് എടുക്കാത്ത ഇവിടെ ഭയങ്കര ഫൈനും ഭയങ്കര ഒരു പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടിക്കറ്റ് 1 മന്തിന് എടുത്തു, നമുക്ക് ഈ 1 മന്ത് ഒന്നും ട്രാവൽ ചെയ്യേണ്ടി വരില്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ഈ എടുത്ത ടിക്കറ്റ് നമുക്ക് വേറൊരാൾക്ക് ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരാൾക്ക് നമുക്ക് സെല്ല് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് മേടിക്കാം. അത് നമുക്ക് 5 തവണ മീൻസ് 5 ടൈംസ് നമുക്ക് മന്ത്ലി ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഫറെൻറ്റ് നമ്പേഴ്സിലേക്ക്. പക്ഷെ നമുക്ക് സെയിം പേഴ്സണ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഈ 30 ഡേയ്സിൽ. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റാൽ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. നമുക്ക് അങ്ങനെ ആരും ബയേഴ്സ് വന്നില്ലെങ്കിൽ നമുക്ക് ആ ടിക്കറ്റാൽ ആപ്പിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടിക്കറ്റ് സെല്ല് ചെയ്യാം. അപ്പം എങ്ങനെ വരുമ്പോഴും ഈ മന്ത്ലി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു ലോസ് ഒന്നും വരില്ല. കാരണം അവർ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും എമൗണ്ട് നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് നമ്മുടെ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ
സെല് ചെയ്ത് കഴിയുമ്പം അത്രയും പൈസ നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് എന്ന് പറയുമ്പം എല്ലാ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് കൂടുമ്പോഴും നമുക്കത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എനി ടൈം ഇപ്പം 24 hours എന്ന് പറയില്ല, 24/7 നമുക്ക് ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ്. വളരെ സ്മൂത്താണ് ഇവർ പറയുന്ന ടൈമിൽ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ എവിടെയെങ്കിലുമൊക്കെ ഇൻ ബിറ്റ്വീൻ വന്നാലും ഈ പറയുന്ന ടൈമിൽ സ്പീഡ് കൂട്ടിയിട്ടോ അങ്ങനെ എങ്ങനെയും ഒരു ഓൺ ടൈമിൽ നമ്മൾ അവിടെ റീച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ട്രെയിനോ ബസ്സോ ട്രാമോ ഒക്കെ ആണെങ്കിലും ഇവർ നമ്മൾ മെൻഷൻ ചെയ്ത സമയത്തിന് മുന്നേ നമ്മൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്സ് മുന്നേ നമ്മൾ ഗെറ്റ് ഇൻ ചെയ്യണം. അവർ ആ കറക്റ്റ് സമയത്ത് ഡോർ അടയ്ക്കും. പിന്നെ നമുക്കത് എസ്പെഷ്യലി ട്രെയിനൊന്നും പിന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻസ് മോസ്റ്റ് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന കാറാണ്. ഇവിടെ കൂടുതലും ഇലക്ട്രിക് കാർസ് ആണ് ഉള്ളത്. അപ്പം അത് എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ റൂൾസ് കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ബട്ട് എന്നാലും നമ്മളത് കറക്റ്റായിട്ട് ഒബേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ റോഡ്സും കാര്യങ്ങളും എല്ലാം വളരെ സ്മൂത്ത് ആയതുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഒരു ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ കണ്ടേക്കുന്ന ഇവിടെ കുറച്ച് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പം അത് നമുക്ക് ഇങ്ങനെ റെൻ്റലായിട്ട് എടുക്കാം, അല്ലാണ്ട് ബൈ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ചാർജ് ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അത് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചിലർ മോപ്പഡ് എന്ന് പറയും, നമ്മുടെ നാട്ടിലെ സ്കൂട്ടർ പോലെ, അത് നമുക്ക് സൈക്കിൾ പാത്തിലൂടെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കോമൺലി ഇവിടെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒത്തിരി പേര് സൈക്കിൾസ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, പിള്ളേർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കുറേ പേര് തന്നെ വിൻ്റർ അല്ലാതെ ഈ സമ്മർ ടൈമിൽ നമ്മൾ മഞ്ഞ കൊതിയും കഴിയുമ്പോൾ കൂടുതലും ആൾക്കാർ സൈക്കിൾ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ സൈക്ലിങ്ങിന് അതുപോലെ നമുക്ക് വാക്ക് പേയ്മെൻ്റ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം കറക്റ്റായിട്ട് നോട്ടിഫൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ നമുക്കത് സൈക്ലിങ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സൈക്കിൾ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും, അത് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രിറ്റീസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ നമ്പർ വെച്ചിട്ട് നമുക്ക് സൈക്കിൾ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. അത് നമുക്ക് ഓരോ വീക്കിൽ പോയിട്ട് റിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.